നമസ്കാരം, മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. മിക്ക വാഹനങ്ങളും നമ്മൾ ഫസ്റ്റ് ഗിയർ ഇട്ടതിന് ശേഷം പയ്യെ ക്ലച്ച് റിലീസ് ചെയ്യുമ്പോൾ തന്നെ വാഹനം മൂവ് ആകാൻ തുടങ്ങും. അതായത് നമ്മൾക്ക് ആക്സിലറേറ്റർ ഉപയോഗിക്കേണ്ടതായിട്ട് വരില്ല. പക്ഷേ പലപ്പോഴും പല സിറ്റുവേഷൻസിൽ നമ്മൾക്ക് ക്ലച്ചിനോടൊപ്പം തന്നെ, അതായത് ക്ലച്ച് വിട്ടുകൊണ്ട് ആക്സിലറേറ്റർ കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ഈ വീഡിയോയിൽ കൂടെ നമ്മൾക്ക് അങ്ങനത്തെ ചില സാഹചര്യങ്ങൾ മനസ്സിലാക്കാം. അതായത് ക്ലച്ച് ഹാഫ് ക്ലച്ച് ആയതിനു ശേഷം പയ്യെ ക്ലച്ച് റിലീസ് ചെയ്തുകൊണ്ട് ഒപ്പം ആക്സിലറേറ്റർ കൊടുക്കുന്ന സിറ്റുവേഷൻസ്. അപ്പോൾ നമ്മൾക്ക് ആ വീഡിയോയുടെ സെക്ഷനിലേക്ക് കിടക്കാം. ഇതിപ്പോൾ സിഗ്നലാണ്, ഒരു ഹമ്പും ഉണ്ട്, സ്പീഡ് ബ്രേക്കറും ഉണ്ട്. അപ്പോൾ ഇവിടെ ഞാൻ ഫസ്റ്റ് ഇട്ടിട്ട് പയ്യെ ക്ലച്ച് റിലീസ് ചെയ്യുക, ആക്സിലറേറ്റർ കൊടുക്കാതെ. അങ്ങനെയാണെങ്കിൽ വാഹനം മൂവ് ആവില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും, ഞാനിവിടെ ഫസ്റ്റ് ഇട്ടു, എന്നിട്ട് ക്ലച്ച് റിലീസ് ചെയ്തുകൊണ്ട് ഞാൻ ആക്സിലറേറ്റർ കൊടുക്കും. അന്നേരം ആ വാഹനം ആ ഒരു സ്ലോപ്പിനെ പെട്ടെന്ന് മറികടക്കാനുള്ള ഒരു പവർ കിട്ടും. പിന്നെ സിഗ്നലിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, പല ആൾക്കാരും വാഹനം വളരെ ഫാസ്റ്റായിട്ട് എടുക്കും. അപ്പോൾ ബിഗിനേഴ്സ് ആണെങ്കിൽ ഫസ്റ്റ് ഇട്ടിട്ട് പയ്യെ ക്ലച്ച് റിലീസ് ചെയ്യും, അങ്ങനെ കുറച്ച് ടൈം എടുക്കും. അപ്പോൾ സിഗ്നലിൽ നിങ്ങൾക്ക് വളരെ ഫാസ്റ്റായിട്ട് പെട്ടെന്ന് വാഹനം എടുക്കണമെങ്കിൽ നിങ്ങൾക്ക് ക്ലച്ചിനോടൊപ്പം തന്നെ ആക്സിലറേറ്റർ കൊടുക്കുകയാണെങ്കിൽ മറ്റുള്ള ആൾക്കാരെ പോലെ തന്നെ സ്പീഡിൽ വാഹനം എടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ആദ്യം എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഹാഫ് ക്ലച്ചിലാക്കും വാഹനം. ഹാഫ് ക്ലച്ചിലായതിന് ശേഷം സിഗ്നൽ ഗ്രീൻ ആവുമ്പോൾ ഞാൻ ഹാഫ് ക്ലച്ചിൽ വെച്ചുകൊണ്ട് തന്നെ ആക്സിലറേറ്റർ കൊടുക്കും. ആക്സിലറേറ്റർ കൊടുത്തുകൊണ്ട് ക്ലച്ച് റിലീസ് ചെയ്യും. ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് സിഗ്നലിൽ മറ്റുള്ള ആൾക്കാർ എടുക്കുന്ന പോലെ തന്നെ വളരെ ഫാസ്റ്റായിട്ട് വാഹനം മൂവ് ചെയ്ത് എടുക്കാൻ പറ്റും. മറിച്ച് ജസ്റ്റ് ക്ലച്ച് വിടുവാണെങ്കിലും വാഹനം തീർച്ചയായിട്ടും എടുക്കാം, പക്ഷേ അന്നേരം ഏറെ ടൈം എടുക്കും. ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ ഒരു അത്യാവശ്യം നല്ലൊരു കയറ്റമാണ്. അതുപോലെ തന്നെ വാഹനത്തിൽ ലോഡുണ്ട്, ഏറെ കയറ്റമൊക്കെ ആണെങ്കിൽ നമ്മൾ ജസ്റ്റ് ക്ലച്ച് റിലീസ് ചെയ്യുവാണെങ്കിൽ വാഹനം എൻജിൻ ആ ഒരു ലോഡ് എടുക്കില്ല. അപ്പോൾ അതിന് നമ്മൾക്ക് കുറച്ച് ആക്സിലറേറ്ററും കൂടെ കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ഈ സ്ലോപ്പിൽ ഞാൻ ഫസ്റ്റ് ഇടും. ഫസ്റ്റ് ഇട്ടിട്ട് ഹാഫ് ക്ലച്ച് ആയതിനു ശേഷം ഹാഫ് ക്ലച്ച് പൊസിഷനിൽ വെച്ചുകൊണ്ട് തന്നെ, അതായത് ഹാഫ് ക്ലച്ചിൽ ചവിട്ടിക്കൊണ്ട് തന്നെ ഞാൻ ആക്സിലറേറ്റർ കൊടുക്കും. ആക്സിലറേറ്റർ കൊടുത്തുകൊണ്ട് ക്ലച്ച് ഞാൻ വിടും, റിലീസ് ചെയ്യും. അത് രണ്ടും ഒരു സിങ്കിലായിരിക്കണം. ഇപ്പം നമ്മൾ ക്ലച്ച് തന്നെ ചവിട്ടിക്കൊണ്ട് ഏറെ ആക്സിലറേറ്റർ കൊടുക്കുകയാണെങ്കിൽ RPM കൂടും, വാഹനം ലൗഡാവും, എൻജിൻ്റെ ആ ഒരു നോയ്സ് കൂടും, പക്ഷേ വാഹനം മൂവ് ആവില്ല. അപ്പോൾ ഇത് രണ്ടും ഒരു സീക്വൻസിലായിരിക്കണം. അതായത് ക്ലച്ച് റിലീസ് ചെയ്യുന്നതും അതിനോടൊപ്പം തന്നെ ആക്സിലറേറ്റർ കൊടുക്കുന്നതും. ഇത് രണ്ടും ഒരു സീക്വൻസിലാണെങ്കിൽ വാഹനം വളരെ സ്മൂത്തായിട്ട് നമ്മൾക്ക് ലോഡിൽ കൂടെ ലോഡാണെങ്കിൽ എടുക്കാൻ പറ്റും. ഇതിപ്പോൾ ഒരു ചെറിയ കയറ്റമാണ്, കയറ്റത്തിൽ എനിക്കൊരു ടേണും എടുക്കണം. അപ്പോൾ ഇവിടെ ഞാൻ ഫസ്റ്റ് ഇടും. ഫസ്റ്റ് ഇട്ടിട്ട് ഹാഫ് ക്ലച്ച് ആയതിനു ശേഷം പയ്യെ ക്ലച്ച് റിലീസ് ചെയ്തുകൊണ്ട് ആക്സിലറേറ്റർ കൊടുക്കും. അപ്പോൾ ഈ സ്പെഷ്യൽ ഇങ്ങനത്തെയൊക്കെ സിറ്റുവേഷൻസിൽ മാത്രം നിങ്ങൾ ക്ലച്ച് വിട്ടുകൊണ്ട് ആക്സിലറേറ്റർ കൊടുത്താൽ മതി. അല്ലാതെ നോർമൽ സിറ്റുവേഷൻസിൽ ജസ്റ്റ് ക്ലച്ച് റിലീസ് ചെയ്തുകൊണ്ട് ഫസ്റ്റ് ഇട്ട് നമുക്ക് വാഹനം സ്മൂത്തായിട്ട് എടുക്കാം. അപ്പോൾ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ വ്യക്തമായെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് മറ്റൊരു ഡ്രൈവിംഗ് റിലേറ്റഡ് വീഡിയോയിൽ കാണാം. വീഡിയോ കണ്ടതിന് വളരെയേറെ നന്ദി. നമസ്കാരം.